സുഹൃത്തുക്കളെ, നമ്മളെ ചോരക്കൽ ചന്തയിൽ വിറ്റിട്ടുള്ള 2 കാളകള് 1,15,000 രൂപയാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ള വില. ഒരുപക്ഷെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. അവര് പറഞ്ഞ വിലയാണ് 1,15,000 രൂപ. ഒരു മുടിയൽ ചിലപ്പോസിനൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3.5-3.25 എല്ലടക്കം മീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരു 3.25 ഇറച്ചിയും ഒരു 50 എല്ലും ഒരു സാധ്യത ഉണ്ട്. നമ്മളൊരു മതിപ്പ് പറയുകയാണെങ്കിൽ നമ്മളെ ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരു കാളയാണിത്. അതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു മൂരിയുണ്ട്, നല്ല ഉഷ്ണയും കാള. ₹85,000 ഈ ഒരു പോത്ത് ചോദിക്കുന്നത്. 85,000 രൂപ. ഇത് മുടിയൽ പർപ്പസിനൊന്നും പറ്റത്തില്ല. മൂക്ക് കീറിയിട്ടുണ്ട്. ഇത് മൂക്ക് കീറി പുറത്തൊരു മുറിവായി അത് ഉണങ്ങിയിട്ടുണ്ട്. ഈ ഒരു പശുക്കുട്ടി 30,000 ലാസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. 28,000 പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. ഏകദേശം ഒരു 100-110 കിലോ മീറ്റ് ഉണ്ടാവും. നല്ലൊരു പശുക്കുട്ടിയാണ്, കുറച്ച് നെയ്യുള്ളൊരു പശുക്കുട്ടിയാണ്. അപ്പോൾ 28,000 ടീം പറഞ്ഞു കൊടുത്തിട്ടില്ല. $70,000 ചോദിക്കുന്ന ഈ ഒരു പോത്ത്. മീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 160 പൊതി ഓരോ കിലോൻ്റെ ആക്കാൻ നമുക്കൊരു മുടിയൽ ചിലപ്പോസിനെ കിട്ടും, എല്ലടക്കം. നമ്മൾ എല്ലടക്കം എന്ന് പറയാൻ കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു 800-850 ഇറച്ചിയും ബാക്കി ഒരു 150 ഗ്രാം എല്ലും, കഴിയാവുന്ന എല്ലൊക്കെ വെട്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സാധാരണ നമ്മുടെ നാട്ടിൽ മുടിയൽ ചിലപ്പോസൊക്കെ നടത്താറുള്ളത്. നമ്മുടെ 10ാം നമ്പർ അലവിയാക്ക എന്ന് പറഞ്ഞൊരു കന്നുവെച്ചോടുകാരൻ്റെ പോത്തുകളാണ് ഇവ. നല്ല 10 നല്ല ഉഷിരൻ പോത്തുകൾ എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ചൊവ്വാഴ്ച വൈകിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അതിൽ ഏറ്റവും വലിയ പോത്ത് ഇതാണ്, ഈ ഒരു പോത്ത്. ഇത് തന്നെ അവർ വാങ്ങിച്ചത് 1,00,000 പുറത്താണ് പോത്തിൻ്റെ വില എന്നാണ് പറഞ്ഞത് അവർ വാങ്ങിച്ചത്. അപ്പം അതിൻ്റെ പുറത്ത് മാത്രമേ അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുള്ളൂ. സുഹൃത്തുക്കൾ, അപ്പം ഉള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പയ്യനാട് ചോലക്കൽ ചന്തയിലാണ്. എല്ലാ ബുധനാഴ്ചയാണ് ചന്ത നടക്കാറുള്ളത്. രാവിലെ 6 മണി മുതൽ ഉച്ചവരെ ചന്ത നടക്കും. മഞ്ചേരിയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മഞ്ചേരി ചന്തയിൽ വന്ന് വാങ്ങിക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് വിധം കാലികൾ എത്താറുണ്ട്. എല്ലാവിധ കാലികളും നമ്മളെ ചന്തയിൽ വരാറുണ്ട്. നമ്മൾ 2-3 ആഴ്ചയായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇനി മുതൽ ഉണ്ടാവുന്നത് നമ്മൾ പ്രത്യാശിക്കുകയാണ്. ഈ ഒരു പോത്തും കുട്ടി 21,000 രൂപക്കാണ് ഈ ഒരു കാക്ക വാങ്ങിച്ചെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം വിലയാണ്, നല്ല ക്വാളിറ്റിയുള്ളൊരു കുട്ടിയാണ്. പിന്നെ ഇപ്പം നിലവാരത്തിലൊന്നും വല്ലാതെ കന്നുകൾ വല്ലാതെ കിട്ടുന്നില്ല ചന്തയിൽ നിന്നൊന്നും. എല്ലാ ചന്തയിലും ഉയർന്ന വിലയാണ് എല്ലായിടത്തും ചോദിക്കുന്നത്. ഈ പോത്ത് 58,000 രൂപയാണ് ചോദിക്കുന്നത്. ഒരു 50 ഉറുപ്പിക റേഞ്ചിൽ ഏകദേശം കൊടുക്കേണ്ടി വരും ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച്. ഇതൊക്കെ ഒരു 2 മാസം നമുക്ക് നോക്കാൻ കഴിയുകയാണെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ചാൽ ഒരു 60-65 ഉറുപ്പികക്ക് നമുക്ക് പെരുന്നാൾക്ക് വിൽക്കാം. അതിൽ പെട്ടൊരു പോത്താണ് വേറൊന്ന്. ഇത് 68,000 ചോദിക്കുന്നത്. ഇതൊരു 58-60 റേഞ്ചിൽ ഏകദേശം കൊടുക്കേണ്ടി വരും പോത്തിന് ഇന്നത്തെ ചന്തയ്ക്ക്. പക്ഷെ ഇതൊക്കെ വാങ്ങിച്ചാൽ നോക്കുകയാണെങ്കിൽ ഒരു 70-75 മേനിക്ക് നമുക്ക് പെരുന്നാൾക്ക് വിൽക്കാം. 400-ന്റെ മുകളിൽ നമ്മളെ എല്ലടക്കം നമ്മൾ ബീഫിന് പോത്തിറച്ചിക്ക് വില കൊടുക്കേണ്ടി വരും പെരുന്നാളാകുമ്പോത്തിന്. അതിൻ്റെ ഒരു സൂചന നമ്മളെ ചന്തയിൽ നിന്ന് കിട്ടുന്നുണ്ട്. $1,00,000 മുകളിൽ വിലയുള്ളൊരു പോത്താണിത്. അത്യാവശ്യം വാങ്ങിക്കാൻ ആളുണ്ട് ഇന്നത്തെ ചന്തയിൽ. നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് കാലികളുണ്ട്. കുറച്ച് കുറവാണ് കാലികൾ. പെരുന്നാൾ അടുപ്പിച്ച് ഇങ്ങനെ നല്ല വില കൂടി വരുന്നുണ്ട്. ₹50,000 ചോദിക്കുന്ന ഒരു ചെറിയൊരു പോത്ത്, ഒരു പടുപോത്താണ്. 50,000 ചോദിക്കുന്നത്. ഏകദേശം ഒരു 38-40 ഉറുപ്പിക റേഞ്ചിൽ
നമുക്ക് കിട്ടിയ വാങ്ങിക്കാം ഇന്നത്തെ മാർക്കറ്റ് അനുസരിച്ച്. പക്ഷേ വിലയാണ് കാര്യങ്ങൾക്ക്. ഈ ഭാഗത്ത് കുറച്ച് പോത്തുകളുണ്ട്, ഇടത്തരം സൈസ് പോത്തുകളും പോത്തുകുട്ടികളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള. ₹1,10,000 ഈ ഒരു പോത്തും കുട്ടികൾ കണ്ടാണ് ചോദിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള 2 കുട്ടികൾ, വളർത്താൻ പറ്റിയ 2 കുട്ടികളാണ്. 1,10,000 ചോദിക്കുന്നത്. അതിലൊരു പോത്തും കുട്ടിയാണിത്. ഏകദേശം 130 കിലോൻ്റെ അടുത്ത്, 130-135 കിലോൻ്റെ അടുത്ത് വെയിറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്.